ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക. ശേഷം കുറച്ച് വെളിച്ചെണ്ണ പാകത്തിന് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകും കരിയാപ്പില ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ഇട്ട് വഴറ്റിട്ട് ഉപ്പ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് തക്കാളി അരിഞ്ഞിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ സാമ്പാർ പൊടി, അല്ലെങ്കിൽ ഗരം മസാല, മീറ്റ് മസാല, എന്തെങ്കിലും മസാല ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റിയ ശേഷം പാകത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ വഴറ്റി വെച്ചില്ലായിരുന്നു അപ്പൊ നമ്മൾ ഇതിനൊക്കെ മുമ്പ് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക വഴറ്റി മാറ്റി വെക്കണം. നിങ്ങൾ ഇത്ര ചെയ്തിട്ട് മുമ്പുള്ള കാര്യം ശ്രദ്ധിക്കാവേ. അപ്പൊ നമ്മൾ വഴറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക എടുത്തിട്ട് നമ്മൾ ഒഴിച്ച് വെച്ചിരുന്ന വെള്ളത്തിനകത്തിട്ട് ഇളക്കിയിട്ട് വെക്കുക. കുറച്ച് ഉപ്പൂടെ പാകത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിയ ശേഷം നമ്മൾ ചോറിലോട്ട് കഴിക്കുക. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ അടിപൊളി ഫണ്ണി ആയിട്ടുള്ള നല്ല കിട്ടുന്ന ഒരു ചലഞ്ച് ആണ് ഗൈസ് ചെയ്യാൻ. എന്താണ് ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ട്രൂത്ത് ഓർ ഡെയർ ചലഞ്ച്. അതെ ഗൈസ്, അപ്പൊ നമ്മള് ട്രൂത്ത് ഉണ്ട്, ഡെയർ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡെയർ ഉണ്ട്, ട്രൂത്ത് ഉണ്ട് ഗൈസ്. അപ്പൊ ഈ ചലഞ്ചിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, നോക്കിക്കോ. ഇതിൽ ആരാണ് പൊട്ടാൻ പോകുന്നത്, ആരാണ് മുട്ടയിടാൻ പോകുന്നത്, മുക്കറയിടാൻ പോകുന്നതൊക്കെ നമുക്ക് ഇന്ന് കണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. സ്കിപ്പ് അടിക്കാതെ ലാസ്റ്റ് വരെ കണ്ടു നോക്കണം. ഒരു ബൗൾസ് നിറച്ച് ട്രൂത്ത് ആണ് ഇട്ടിരിക്കുന്നത്, വേറൊരു ബൗളിൽ നിറച്ച് ഡെയർ ആണ്. പണികളാണ് ഗൈസ്, ഇത് നിറയെ പണിയാണ്. ട്രൂത്ത് കിട്ടുന്നവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് 100% കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെ കൊടുക്കണം. അത് തെറ്റാണ്, അത് കള്ളത്തരമാണ് പറയുന്നതെന്ന് തോന്നുവാണെങ്കിൽ, ഓപ്പോസിറ്റ് ആയി ഇരിക്കുന്ന ആൾക്ക് 100% വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ സ്പോട്ടിൽ പണിഷ്മെന്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മള് വലിച്ചു നിന്നിട്ടില്ല, നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം ഗൈസ്. അപ്പൊ ഇനി ഇപ്പം അടി ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഫസ്റ്റിലെ ലോട്ട് എടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ തീരുമാനിക്കാം? സ്റ്റോൺ പേപ്പർ സിസർ. ഗൈസ്, എല്ലാ ചലഞ്ചിനും ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാനുമാണ്. അപ്പൊ ഈ ചലഞ്ചും ഷാനു സ്റ്റാർട്ട് ചെയ്യട്ടെ. സാധാരണ അങ്ങോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങോട്ട് കുലുക്കിയിട്ടാ പോലും, ഞാൻ ഇതിനെ കുലുക്കുന്നത്. ഡെയർ ആവണേ. ഗൈസ്, അപ്പൊ ഈ ഡെയറിനകത്തുനിന്ന് ഷാനു എന്താണ് പിക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാമേ. അത് കുലുക്കുന്നില്ല കേട്ടോ, തിക്കാണ്ടിരിക്കുക. എന്റെ തരൂ. നമുക്ക് ഷാനു കിട്ടിയ പണി എന്താണ് എന്ന് നോക്കാം. ഇത് ഒരുപാട് രീതിയിലുള്ളതല്ലോ. കണ്ണാടിയിൽ നോക്കി മേക്കപ്പ് ചെയ്യും പോലെ ആക്ട് ചെയ്യുക. ഗൈസ്, ഷാനുവിന്റെ ഭീകരമായിട്ടുള്ള ആക്ടിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് പുട്ടി അടിക്കാം, അത് കഴിഞ്ഞ് മാർക്ക്, അത് കഴിഞ്ഞ് കമ്പിടാം. ഓക്കെ, സ്റ്റാർട്ട്. പൊട്ടുകുത്തിയോ? എന്ത് ചെയ്യുന്നേ ഗൈസ്? പൊട്ടിട്ടിട്ട് പൗഡർ ഇട്ടത് പറയുവാണെങ്കിൽ പ്രൈമറും കോട്ടിങ്ങും എല്ലാം ഉണ്ട്. നിങ്ങൾ സത്യം ഷാനി ഇവിടെ മാത്രം മേക്കപ്പ് ചെയ്യാറുള്ളൂ, ഇങ്ങോട്ടൊന്നും ചെയ്യാറില്ല. ലിപ്സ്റ്റിക് ഇടട്ടെ, ലിപ് ലൈനർ ഒക്കെ വരയ്ക്കട്ടെ. രസമുണ്ട് കേട്ടോ, ഭയങ്കര കളർ കേട്ടോ. കുറച്ച് കളർ ഐബ്രോ ഒന്ന് സെറ്റ് ആക്കി. ഇനി വാലിട്ട് കണ്ണെഴുതിയാലോ? എന്ത് ഭംഗിയാ കാണാൻ കേട്ടോ. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ലോ കോസ്റ്റ് ആട്ടോ ഈ മേക്കപ്പ്, അധികം ചെലവില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളത്തോട്ട് നമുക്ക് ഇനി ഇങ്ങനെ ഒരു പൊട്ടും കൂടി ഇരിക്കട്ടെ. മലയാളത്തിൽ ഞാൻ കുലുക്കും. എടുക്കെടുക്ക്, പെട്ടെന്ന് പെട്ടെന്ന്. ഞാൻ നോക്കാൻ. ഈ പേപ്പറിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഡെയർ എടുക്കട്ടെ ഞാൻ. ഞാൻ നിനക്ക് തന്നല്ലോ. ഏതാ പറ, എനിക്ക് ഡെയർ ചെയ്യാൻ മുട്ടിരിക്കുവാ ഞാൻ. ഒരു ന്യൂസ് റീഡറിനെ പോലെ സംസാരിക്കാം. സ്റ്റാർട്ട് ചെയ്യട്ടെ. മാന്യ പേശി ന്യൂസ്. അതെ, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷാനു തബു എന്ന യൂട്യൂബ് ചാനലിലെ ട്രൂത്ത് ഓർ ഡെയർ എന്ന ചലഞ്ചിനെ പറ്റിയിട്ടാണ്.
ന്യൂസ് ചാനലല്ലേ? ന്യൂസ് ഞാൻ സമ്മതിക്കാൻ കയറുന്നതിന് മുമ്പ് നീ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്തയാണ്, ഷാനു അടുത്ത ഡയർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തില് ഷാനു എത്തിച്ചേരുന്നതായിരിക്കും. മതി, ഞാൻ വരുന്നില്ല. മതി മതി. ഓക്കേ. അപ്പൊ താങ്ക് യു. ഞാനിന്ന് ഉരുകി. കുട്ടി ചെറുതെന്താണ്ടാണ് ഒരു പ്രാന്തനെ പോലെ ചിരിക്കുക. ഒരു പ്രാന്തനെ പോലെ 1 മിനിറ്റ് ചിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഡയർ. അപ്പൊ ഷാനു സ്റ്റാർട്ട്. തുടങ്ങി വെച്ചോ. ഭ്രാന്തനെ പോലെ, ഭ്രാന്തനെ പോലെ. കറക്റ്റ്. ചൊറിയുന്ന നല്ല രസമുണ്ട് കാണാൻ. അയ്യോ, ഞാൻ ആറ്റി ഉണ്ടായിരുന്നു. നോർമലി ജീവിക്കുവായിരുന്നു. സത്യം അഭിനയിക്കൊരു ജീവിച്ച് കാണിക്കുവായിരുന്നു. നമ്മുടെ ഇക്കപ്പം അടുത്തിരിപ്പുണ്ട് കേട്ടോ. ഇക്ക ഇന്ന് ചിരിയോട് ചിരി. അവരിന്ന് സ്കൂളിൽ പോയിട്ടില്ല പനിയായിട്ട്. അവൻ ഫുള്ളിരുന്ന് ചിരിയാ. ഓ ഗൈസ്, ഇത് ഫുള്ളി ഡെയർ ആണ് ഗൈസ്. ഡെയർ. ഇന്ന് ഡെയർ ബോക്സ് തീരും. ശിവ ശിവ. ഇതാ ശിവനെ. ഒരു കാർട്ടൂൺ കഥാപാത്രത്തിനെ അനുകരിക്കണം. ഇക്കായിരുന്നെങ്കിൽ ഇപ്പൊ സൂപ്പർ ആയിട്ട് ചെയ്തല്ലടാ. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ ആ കുറുനിരിയെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ കുറുനിരി എന്ന് പറയണം. കുറുനിരി മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്. നമ്മളിനി എങ്ങോട്ടാ പോകുന്നേ? ഈ ഗെയിം എഴുതുന്നവർ നമുക്ക് ഇങ്ങനെയൊക്കെ പോയാലോ? പുഴ കടന്നാൽ പാലം, പാലം കടന്നാൽ മല, മലയുടെ മേലെ വണ്ടി. നിങ്ങൾ ബാക്ക് ബാഗ് എന്ന് പറയുന്നുണ്ടല്ലോ. മതി മതി. ഇഷ്ടപ്പെട്ടടാ? മാപ്പിനെ പറയുന്നത് ഡോറ മാത്രം പറഞ്ഞ പോലെ. നീ ഒരു കാര്യം തീർന്നവരെ ഡോറായിട്ട് സംസാരിച്ചാൽ മതിയെന്നേ. ഡയർ മാത്രമല്ലോ. അതെങ്ങനെയാ? നല്ലൊരു പണി കിട്ടണേ, നല്ലൊരു പണി കിട്ടണേ. പെട്ടെന്ന് എടുക്കടോ. ഒരു ഫുഡ് കോമ്പിനേഷൻ സ്റ്റൈൽ വിവരിച്ച് കൊതിപ്പിക്കുക. ഒരു ഫുഡ് കോമ്പിനേഷൻ കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു നിന്നെ കൊതിപ്പിക്കണം. ഈ കൊതി വരണം, വരുത്തണം. കൊതി വരുത്തിക്കണം. നോക്കട്ടെ. നല്ല ചൂട് ചോറ്, അതിന്റെ സൈഡിലോട്ട് നല്ല ഒരു വലിയ ഉണ്ടയ്ക്ക് നല്ല വറ്റൽമുളകൊക്കെ വെച്ച് അരച്ച് ചുട്ടരച്ച നല്ല അടിപൊളി ചമ്മന്തി, അതിന്റെ ഇപ്പുറത്തോട്ട് നല്ല അടിപൊളി ഒരു 3-4 കഷ്ണാക്കിയിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാർ, ചൂര ഫ്രൈ ഒരു 6-7 പീസ് വേണേ. ചൂര ഫ്രൈ നല്ല അരപ്പൊക്കെ അതിന്റെ മണ്ടയിൽ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിട്ടുള്ള നല്ല ചൂര ഫ്രൈ, നല്ല അടിപൊളി തേങ്ങ അരച്ച് വെച്ച മീൻകറി, കുഴമ്പുളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ച മീൻകറി, കട്ട തൈര്, ഒരു 2-3 പപ്പടം, ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി കുഴച്ച് ഇളക്കി ഇളക്കി. ഇഷ്ടപ്പെട്ടാ? പിന്നെ ഇഷ്ടപ്പെടായിരിക്കും. നാടൻ ചോറ് തിന്നായിരുന്നു. ആ ചമ്മന്തിയും മീനും ചമ്മന്തിയും കുറച്ച് തൈരും നമുക്കുള്ളതായി. ഇതിന്ന് ഫൈനലി നമുക്കൊരു ട്രൂത്ത് കിട്ടിയിരിക്കുകയാണ്. കപ്പൽ വൈകിട്ട് ഓ താര പിച്ചക്കാരല്ലോ. ആരാടിയത്? നീ എന്നോട് ചോദിക്കേണ്ടി വരും. നമ്മളിൽ ആരാണ് കൂടുതൽ സംസാരിക്കുന്നത്? സത്യം പറയട്ടെ? സത്യം പറയണം. നീ. ഷാനാണ് എന്നെക്കാളും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ ഇതിൽ ഡയറി കിട്ടുന്നതാണ് നല്ലത്. കുറച്ചു നേരം അങ്ങോട്ട് നിന്ന് പണിയൊക്കെ വാങ്ങുന്നത് നല്ലത്. സിമ്പിൾ ആയിട്ട് തീർന്നു. റെഡിയാണ് മോനെ. ഇങ്ങനെ പണി കിട്ടുന്നത് അതെന്താ? ഒരാൾക്ക് ട്രൂത്ത് കിട്ടിയപ്പോ അടുത്തൊക്കെ ട്രൂത്ത് കിട്ടുന്നത് എന്താണ്? അങ്ങനെ നമ്മളിൽ കൂടുതൽ സോറി പറയുന്നത് ആരാണ്?
നമ്മൾ രണ്ടുപേരിൽ ആരാണ് കൂടുതലായിട്ട് സോറി പറയുന്നത്? നോർമലി ബാലൻസ് ചെയ്യാനാണ്. കാരണം ഒരാളെ മാത്രമായിട്ട് അങ്ങനെ പറയാൻ വിടാറില്ല. സോറി ഒരാൾ പറഞ്ഞ അടുത്ത ആളും സോറി പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ബാലൻസ്ഡ് ആണ്. നമ്മൾ രണ്ടുപേരും എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ പറ്റുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സോറി പറഞ്ഞാൽ ക്ഷമാപണം നടത്തി കാളെ ഒന്നും ചെയ്യരുത്. നീ എന്നെ വായിലല്ലേ ഇത്ര ഇരിക്കും, ഇത്ര പണിയൊക്കെ ചെയ്യുന്നതാ. ട്രൂത്തിന്റെ സീസണാ. ഞാൻ ഇടുന്ന ഏത് നിറമാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നീ ഇടുന്ന ഞാൻ ഡ്രസ് ചെയ്യുന്നതില് ഏത് കളറാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്റെ ഒരു ഇഷ്ടം, അതായത് ഷാനു ഇട്ട് കാണുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടും തെളിമയോടും സൂപ്പറായിട്ടും കാണാൻ സുന്ദരിയായിട്ടും കാണാൻ പറ്റുന്ന ഒരു കളർ യെല്ലോ കളറാണ്. അപ്പൊ എനിക്ക് യെല്ലോ കളറിൽ കുറച്ച് ഡ്രസ് എടുത്ത് തരാം. ടൈം കളയാനില്ല. ഒരു മൃഗം അതിന്റെ പക്ഷിയുടെ ശബ്ദം അനുകരിക്കുക. നിന്നെ കൊണ്ട് പറ്റും. മറ്റേ മൃഗം നിന്നെ മറ്റേ അത് തന്നെ. അതാരാ അങ്ങനെ ഒരു കോഴി വിട്ടത്? ഏത് പക്ഷിയാണ്? ഷാനു അനുകരിച്ചത് അതിന് അടുത്തൊരു മൃഗം. കറക്റ്റ് ഭാവിയുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് വീട് പണി നടക്കുന്ന ട്രൂത്ത് ആണ്. ചോദിക്കൂ, ചോദ്യങ്ങൾ ചോദിക്കൂ. ഞാൻ എടുക്കണോ? ഇന്ന പേരിന് ഞാൻ എടുക്കുന്നേ. വേണ്ട. എന്റെ വീക്ക്നെസ് എന്താണ്? ഷാനിന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ഒന്ന് നോ പറഞ്ഞാൽ മതി. ഇപ്പൊ ഷാൻ എന്തെങ്കിലും പറയാൻ പറ്റുക, നോ, തീർന്നു, അതോടെ തീർന്നു. ഒറ്റ നോയിൽ തീർക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നീ ഇത് പഠിച്ചു വെക്കണം. ഞാൻ എപ്പോ നോ പറയാൻ വരുന്ന അപ്പൊ നീ എന്നെ കാണിച്ചു പെട്ടെന്ന് അങ്ങോട്ട് എടുത്തല്ലോ. താമസം അങ്ങോട്ട് എടുക്കാൻ. ഓ ഗൈസ്, ഇത് ഫുള്ള് ഒരു പാരഗ്രാഫ് അല്ല, 5-6 പാരഗ്രാഫ് ഉണ്ടോ? ഞാനാണ് ഇന്നത്തെ വിജയ്, ഐ ആം ദ വിന്നർ എന്ന 5 വ്യത്യസ്ത സ്റ്റൈലിൽ പറയണം. ഓ എനിക്ക് വയ്യ. ഗൈസ്, ഇന്നത്തെ ഈ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് ഞാനാണ് വിന്നർ. ഗൈസ്, ഇന്നത്തെ ഇതില് ഞാനാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഐ ആം ദ വിന്നർ. ഇനിയോട്ട് 3 കൂടെ. ഗൈസ്, ഇന്ന് ഞാനാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഞാനാണ് യഥാർത്ഥ വിന്നർ. 3 ആയല്ലേ? ഗൈസ്, ഇന്നത്തെ ഈ കളിയില് ഞാനാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഞാനാണ് ശരിക്കുള്ള വിന്നർ. മാറിപ്പോകാൻ ഇന്നത്തെ ഈ ഗെയിമിലെ ഞാനാ വിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ 5 ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോ, എടുത്തിങ്ങോട്ട് കാട്ടു മോനെ. ഇത് കാട്ട് പോത്ത്. കാട്ട് പന്നി. അടുത്ത 5 റൗണ്ടില് പാട്ടിലൂടെ മാത്രമേ നീ മറുപടി പറയാൻ പാടുള്ളൂ. അടച്ചുവിട്ടാതിരിക്കണം, ആവശ്യത്തിന് മാത്രം വേണം. എനിക്ക് പാട്ട് പാടാൻ മുട്ടിരിക്കുക. ട്രൂത്ത് വന്നല്ലോ ഷാനുവിന്, ട്രൂത്ത് വന്നല്ലോ. പെട്ടെന്ന് ആ കുപ്പിയില് കൈയിട്ടിട്ട് ട്രൂത്തെടുക്കാൻ പോകുന്നുണ്ട് ഷാനു. ഇങ്ങോട്ടുണ്ടായോ? ഞാൻ പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും എങ്ങനെയുണ്ട്? നിങ്ങൾക്കറിയാമോ ഷാനുവിന്റെ ഡാൻസ് അടിപൊളിയാ.
നിങ്ങൾക്കറിയാമോ ഷാനിന്റെ പാട്ട് സൂപ്പറാ സത്യസന്ധമായിട്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പണിഷ്മെന്റ് വാങ്ങി. സൂപ്പറാ 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 നിന്റെ ഡാൻസും പാട്ടും സൂപ്പറാ. പാടിക്കാം. കണ്ടിന്യൂ. ഓ ഗ്രീൻ കുട്ടിച്ചതാ. പൊട്ടിച്ചാത്ത നീ പൊട്ടിപ്പോടാ. ഡെയർ ഗൈസ് ഡെയർ. ട്രൂത്ത് എഴുതണ്ടായിരുന്നു, ഡെയർ മാത്രം മതിയായിരുന്നു. ഒരു മിനിറ്റ് മറ്റൊരു ഭാഷയിൽ സംസാരിക്കുക. ഒരു മിനിറ്റ് നമ്മുടെ മലയാളം അല്ലാണ്ട് മറ്റൊരു ലാംഗ്വേജ് പിടിച്ചതാ. അതായത് ഷാനു നമുക്ക് വഴിവെട്ടി പോകണം. இங்கிலீஷ் எனக்கு தெரியாது, ஹிந்தி எனக்கு தெரியாது, உருது, மராத்தி, துளு இது ஒண்ணுமே தெரியாது. அப்ப ஆக தெரியுது ஒற்ற பாஷை தான். என்ன பாஷை உனக்கு? தமிழா? அதை வச்சு அட்ஜஸ்ட் பண்ணிக்கலாமா? பண்ணிக்கலாமே. எப்படி இருக்கு நீ நெக்ஸ்ட் ரவுண்ட்ல போ. ഷാനു ജീവിക്കരുത്. അപ്പൊ നീ അടുത്ത റൗണ്ട് കൂടി ഇതേ ഭാഷയിൽ സംസാരിക്ക്. போடு போட்டுக்கிட்டா சீக்கிரம் எடுத்து விட்டு இருக்கடி. டேர் தான் வீடு இருக்கு இந்த பையனுக்கு பொட்ட பையன். இந்த பொண்ணை எங்கேயாவது கொண்டு കളഞ്ഞിട്ടില്ല മാടാ. കളഞ്ഞിട്ടില്ല മാടാ. டேர் எடு படிக்கட்டும்னா പഠിച്ചതും പോരെ. குடு குடு குடு. என்ன மனசுல நினைச்சு ஸ்போர்ட்ல ஒரு கவிதை சொல்லி கொடுறா. சொல்லு. சொல்லட்டுமா? கேட்கட்டும். உன் குரல் வந்து காதுல விடணும். என்ன மனசுல நினைச்சு என்ன பத்தி கவிதை சொல்லி ഹാർമോണി വായിക്കും. ഷാനുവേ നീ ഒരു വേന്ദ്രതീ, ഷാനുവേ നീ സുന്ദരി. ആഹാ പ്രമാദം. നിന്റെ കയ്യിലിരിപ്പ് ഭയങ്കരം. മതി മുരുകൻ കട്ടക്കട കാണണ്ട, പിടിച്ചോണ്ടു. എന്റെ കലാകാരനെ തന്നെ നിന്നെ ഇപ്പൊ നുള്ളിയില്ലെങ്കിൽ ഈ ലോകം മൊത്തം അനുഭവിക്കും. നീ പുലി കണ്ട എനിക്കറിയാം, നല്ല പുലിക. അതേ ക്ലിക്കിട്ട് കുലുങ്ങിയില്ലെങ്കിൽ ഒന്ന് വിചാരിച്ചില്ല. ഗൈസ് എന്നെ കാണാൻ ഒരു നടൻ ആയി. എന്തുവാടാ അത്? എന്നെ കണ്ടാൽ ഒരു നടി അല്ലെങ്കിൽ നടി നടൻ എടി, അതായത് എന്നെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു നടിയെ കണ്ടാൽ ഞാൻ നടി ആരായിരിക്കും? എന്നെ കണ്ടാൽ ഒരു നടൻ പേരെന്തായിരുന്നു പറഞ്ഞു? അവൻ തന്നെ. നെയ്സനോ? ഇതിൽ കൂടുതൽ നിന്നോട് ഞാന് വ്യക്തിപരമായിട്ട് എനിക്ക് ദേഷ്യ കാര്യങ്ങളൊന്നും തന്നെ നിന്നോടില്ല, പക്ഷേ 100% സത്യമായിട്ടുള്ളത് കൊണ്ട് എന്തായിരുന്നു എന്റെ പേര്? മറ്റേ തണിർമ തന്നെ എന്റെ പേരെന്തായിരുന്നു ചെറുക്കന്? നെസ്ലനോ? അവനെ കണ്ടാൽ എന്നെ പോലുണ്ടോ? അത് എന്നെ കണ്ടാൽ അവനെ പോലുണ്ടോ? നിന്നെ കണ്ടാൽ അവനെ പോലില്ല. അവൻ ഒരു എന്താ പറയാ പന്ന ക്യാരക്ടറൊക്കെ അഭിനയിക്കാൻ വേണ്ടി അവൻ കോലം കെട്ടുവാണ് നിന്നെ പോലെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്തോ വീട് അടുക്കി വെച്ച് വീട് പണ്ടത്തെ കാലമൊക്കെ ഓർമ്മയില്ല. ഞാൻ നിന്റെ മാമച്ചി ഇന്ന് പണി എടുത്ത് ഇവിടെ മരിക്കും. എന്തെന്നേ നീ കാണിക്കുന്ന ആക്ടിലൂടെ ആ കോമഡി കഥാപാത്രത്തെ പാർട്ട്ണറായ ഞാൻ മനസ്സിലാക്കാം. ഓക്കെ, എന്നെ മനസ്സിൽ ആശ്വസിക്കുക എന്നുള്ളതാണ് നിന്റെ ഡൗട്ട്. കോമഡി ക്യാരക്ടർ നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? സലീംകുമാറാണോ? എന്റെ സലീംകുമാറാണ് കണ്ടുപിടിച്ചല്ലോ. ഒരുപാട് നന്ദി. ഞാൻ എന്ത് കാണിക്കുന്നു വിഷമിച്ചിരിക്കുന്നു. എന്തോ കാണിച്ചത് മനസ്സിലായോ? എന്തുവാ മറ്റേ ഇങ്ങനെ ചേട്ടാ കുറച്ച് ചോറ് അപ്പൊ മറ്റേ പഴം നിന്നില്ലയോ? ആ സാധനം എന്നെ സമ്മതിക്കണല്ലേ. എന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി.
ഞാൻ അത് എടുത്തതാ. ട്രൂത്ത്. ദാ, വായിച്ച് പഠിച്ച്. എന്നോട് ഏറ്റവും കൂടുതൽ പറയുന്ന ഡയലോഗ് നീ എന്നോട് ഏറ്റവും കൂടുതൽ പറയുന്ന ഡയലോഗ് പറ. സത്യസന്ധമായിട്ട് പറയണം. നീ എന്നോട് കൂടുതലായിട്ട് പറയാനുള്ള ഡയലോഗ് എന്നോട് പറ. ഉണ്ടായിരിക്കാവോ? എനിക്ക് നിങ്ങളോടൊന്നും പറയില്ല. എന്തൊരു കാര്യം പറഞ്ഞാലും അതിന്റെ എവിടെയെങ്കിലും എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാം. അപ്പൊ തീർന്നല്ലോ, പ്രശ്നം കഴിഞ്ഞു. ഓ, എന്ത് ചെയ്യാനാണ് പറയാ. എന്റെ ബുദ്ധി. അതെനിക്ക് വേണ്ടി ഞാൻ എടുക്കാം. ഞാൻ നോക്കി പറയും. എന്നെ ഒരൊറ്റ വാക്കിൽ വിവരിക്കുക. ഒറ്റ വാക്കല്ലേ കണ്ടോ? ഒറ്റ വാക്ക് എങ്ങനെയാ സ്റ്റൈലിഷ് ആക്കാൻ? സ്മാർട്ട്. കഴിഞ്ഞ ഒറ്റ വാക്കല്ലേ പറയാൻ പറ്റൂ. എവിടെ പോയി? ഞാൻ ശ്വാസം വിട്ടോട്ടെ. നീ ശ്വാസം വിട്ടോ. നിനക്കുള്ള കഞ്ഞി ഞാൻ പിന്നെ വേവിക്കാം. ഇല്ല, കറക്റ്റ്. നീ ഭയങ്കര സ്മാർട്ടാണ്. ശരി. സ്മാർട്ടർ ദാൻ മീ അല്ലയോ? എന്റെ ഏറ്റവും ക്യൂട്ടായ സ്വഭാവം എന്താണ്? ക്യൂട്ട്നെസ്സേ ഉള്ളു ഗൈസ്. എനിക്ക് നോക്കൂ, നിങ്ങൾ നോക്കൂ. നിന്റെ ഏറ്റവും ക്യൂട്ടായ സ്വഭാവം. അങ്ങനെ ക്യൂട്ട് എന്ന് പറയാനൊന്നും കുട്ടി. കെയറിങ് ആണെങ്കിൽ ഭയങ്കര കെയറിങ് ആണ്. നമുക്കൊരു ക്യൂട്ട്നെസ് തോന്നും. അല്ലാത്തപ്പോ വാരിക്കുത്തി അലക്കുവാണ്, അത് വേറെ കാര്യം. നമ്മളെ കെയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്യൂട്ട് കെയറിങ്. അവിടെ നിന്ന് ഇനി മെഴുകാതെ. അയ്യോ, നീ അളിഞ്ഞതൊക്കെ നീ എടുത്ത് എന്റെ ഫാഷൻ സെൻസിന് നീ എത്ര മാർക്ക് തരും? ഷാനുവിന്റെ ഫാഷൻ സെൻസിന് എനിക്ക് അതിൽ വലിയ ഒരു 10 ഒരു 5 ഔട്ട് ഓഫ് 10. അത്രയും കിട്ടിയല്ലോ, തന്നെ വലിയ കാര്യം. ഞാൻ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ സീറോ പറയുന്നു. ട്രൂത്ത്. അപ്പൊ ഇവിടെ റൗണ്ട് കഴിയുമ്പോൾ ഇതിലെ പണിയൊക്കെ നീ ചെയ്തോളൂ. എല്ലാം ചെയ്യാലോ. ഇതിനകത്ത് വീട്ടിൽ ജോലിയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം പറക്കി ചെയ്യട്ടെ. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ നീ എന്താണ് ശ്രദ്ധിക്കുന്നത്? ഞാൻ ദേഷ്യപ്പെടുമ്പോൾ നീ എന്താണ് ഇനി ശ്രദ്ധിക്കാറ്? സത്യം പറഞ്ഞാൽ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാനാ പോവാ. കാരണം നീ നിന്ന് ദേഷ്യപ്പെടാറില്ല. നീ എവിടെയെങ്കിലും മാറി നിന്ന് ദേഷ്യപ്പെടാറുള്ളൂ. ഞാൻ ഒളിച്ചു നിന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണ്. അതല്ല, ഞാൻ അന്നേരം മുഖത്തോട്ട് നോക്കാറുമില്ല. പിന്നെ നീ എവിടെ നോക്കിയാണ് ദേഷ്യപ്പെടുന്നത്? നോക്കാറില്ല നിന്നെ ഞാൻ. എന്താ മേഡം സൈഡ് വലിച്ചില്ല? കൈകളെ വന്നു ചോദിക്കൂ. ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോ നിനക്ക് തോന്നിയതെന്ത്? അതെനിക്കറിയാം. തിരിച്ചു പറഞ്ഞത് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഷാമിനെ കാണുന്നത് ശരിക്കും ഷാമിനെ കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു സുഹൃത്തുക്കളെ. അപ്പൊ എനിക്ക് ഇവിടെ ആദ്യം കണ്ടപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഭയങ്കര അഹങ്കാരിയാണ്, ജാടയാണ്, മിണ്ടാൻ ഭയങ്കര മാടിയാണ്, ജാടയായിട്ട്. പക്ഷെ ഇപ്പോഴാണ് ഗൈസ് എന്റെ ഷാൻ ഇത്രയ്ക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞത് മനസ്സിലായത്. ഷാൻ ഇപ്പോഴാണ് അഹങ്കാരിയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ട്രൂത്ത് ഓർ ഡെയർ ചലഞ്ച് അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. എല്ലാം എന്തായാലും ഇവൻ പറഞ്ഞതെല്ലാം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ചെയ്യാൻ പറ്റുന്ന ഡയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം. അപ്പൊ